വെൽക്കം ടു മൈ ചാനൽ ഇൻക്രെഡിബിൾ ഇംഗ്ലീഷ്. എല്ലാവരും ബിസി ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലേ? ബോർഡ് എക്സാംസ് ആർ നിയറിങ്, ഫൈനൽ ബ്രഷിങ് റിവിഷൻസ് ഒക്കെ നന്നായി നടക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡ് പാർട്ട് സെക്ഷൻ ബി റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ എന്നുള്ള പാർട്ടിലെ ഗ്രാമറിൽ certain ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എഡിറ്റിംഗ്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എഡിറ്റിംഗ് അഥവാ എറർ സ്പോട്ടിംഗ്. എഡിറ്റിങ്ങിൽ യൂഷ്വലി നമ്മൾ കാണാറുള്ളത് ടെൻസ് ഫോംസിൽ ആർട്ടിക്കിൾസ്, സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ്, ഇൻഫിനിറ്റീവ്സ്, ING ഫോംസ്, ഇതിലൊക്കെയുള്ള യൂസേജ്, അതിലുള്ള മിസ്റ്റേക്സ് ആണ് കാണാറുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് പ്രിപ്പോസിഷൻസ് അല്ലേ? പ്രിപ്പോസിഷൻസും എന്തായാലും കാണാറുണ്ട്. ഒരു എഡിറ്റിങ്ങിന് ഒരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ ഒരു ലൈനിലെങ്കിലും മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആവാം. സംടൈംസ് ഒരു പാസേജ് പോലെ ആയിരിക്കും തരുന്നത്, അതല്ലെങ്കിൽ ഒരു വൺ ലൈൻ ആയിരിക്കും. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഹെഡ്ലൈൻ, എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. മോസ്റ്റ് കോമൺലി നമ്മൾ മേക്ക് ചെയ്യുന്ന, നോട്ട് ഓൺലി ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആക്സിഡൻ്റലി മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ് us start, and here comes our first sentence. The child is sitting beside his father. കുട്ടി അതിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നു. ഇതാണ് ഈ സെൻറ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്ന മീനിങ് ആണല്ലോ. ബട്ട് we have used the word besides. Besides, that is wrong. Beside is the correct word. The child is sitting beside his father. അപ്പം നമുക്കറിയാം besides and beside are two different words. രണ്ട് ഡിഫറെൻറ്റ് വേർഡ്സ് ആണ് അല്ലേ? എന്താണ് ഇതിൻ്റെ മീനിങ് ഡിഫറൻസ്? ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് ദാറ്റ്, എക്സെപ്റ്റ് ദാറ്റ്, അതൊഴികെ എന്നാണ് ബിസൈഡ്സിൻ്റെ മീനിങ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു. അപ്പം നമുക്കിവിടെ വേണ്ടുന്നത് കുട്ടി അതിൻ്റെ അച്ഛൻ്റെ അടുത്തിരിക്കുന്നു. നെക്സ്റ്റ് ടു ഹിസ് ഫാദർ എന്നുള്ള മീനിങ് ആണ് വേണ്ടത്. സോ ബിസൈഡ് ഈസ് ദ ആൻസർ. ഹോപ്പ് ദ മീനിങ് ഈസ് ക്ലിയർ ടു യു. മൂവിങ് ഓൺ, സെക്കൻഡ് സെന്റൻസ്. Four boys were talking between themselves. Four boys were talking between themselves. 4 ബോയ്സ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഇരിക്കുകയായിരുന്നു. പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. 4 boys were talking between themselves. അവരുടെ ഇടയ്ക്ക് അവർ സംസാരിക്കുകയായിരുന്നു. അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രിപ്പോസിഷൻ between ആണ്. ദാറ്റ് ഈസ് റോങ്. between റീപ്ലേസ് ചെയ്യേണ്ടത്, between-നെ റീപ്ലേസ് ചെയ്യേണ്ടത് among കൊണ്ടാണ്. 4 boys were talking among themselves. Between നമ്മൾ യൂസ് ചെയ്യേണ്ടത് when we refer to two things, two people, two persons, അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ between യൂസ് ചെയ്യേണ്ടത്. 2 പേരുടെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ പറയാനാണ് between യൂസ് ചെയ്യുന്നത്. more than 2 ആവുമ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് among ആണ്. So what is the difference in meaning between these two words? Between means middle of two. Among means middle of many. Say another example. Distribute the chocolates among your friends. Distribute the chocolates among your friends. Between your friends എന്നല്ല, among your friends. ഒരു ക്ലാസ് റൂമിൽ ഒരു ഗ്രൂപ്പ് അല്ലേ, 2 പേരല്ല, more than 2 കാണും ഡെഫിനറ്റ്ലി അല്ലേ. അപ്പം അവിടെ നമ്മൾ between പറയരുത്, among എന്നേ പറയാവുള്ളൂ. 2 പേരുള്ളെങ്കിൽ between, more than 2 ആണെങ്കിൽ among. Third sentence is, what is the time in your watch? What is the time in your watch? ഈ സെൻറ്റൻസ് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ മേക്ക് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് അല്ലേ. വാട്ട് ഇസ് ദ ടൈം ഇൻ യുവർ വാച്ച്? ഒരിക്കലും ഇൻ യുവർ വാച്ച് എന്ന് വരില്ല. വാട്ട് ഇസ് ദ ടൈം ബൈ യുവർ വാച്ച് എന്നേ പറയാവുള്ളൂ. ഇന്നിനെ റീപ്ലേസ് ചെയ്യേണ്ടത് ബൈ കൊണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ഗോ ടു സ്കൂൾ ബൈ ഫുട്ട്. ഇത് എക്സ്പ്രസ് ചെയ്യുന്ന മീനിങ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആണ്. ഞാൻ സ്കൂളിൽ പോകുന്നത് നടന്നാണ്, അതിൻ്റെ മീനിങ് അതാണ് ആണല്ലോ. നമ്മൾ നോർമലി പോകുന്നത് ബൈ ബസ്,
അല്ലെങ്കിൽ ബൈ ട്രെയിൻ, ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്, ബൈ കാർ എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പം നോർമലി അത് ഓർത്തിട്ട് നമ്മൾ ബൈ ഫൂട്ട് എന്ന് പറയാനൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ബൈ നമ്മൾ റെഫർ ചെയ്യുന്നത് ഒരു ട്രാൻസ്പോർട്ടിങ് മീൻസിനെ കുറിച്ച് റെഫർ ചെയ്യുമ്പോഴാണ് ബൈ യൂസ് ചെയ്യുന്നത്. ഒരു ട്രാൻസ്പോർട്ടിങ് മീൻസ്. ഇവിടെ നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടിങ് മീൻസ് അല്ല, കൂടുതലൊരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ആണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് വേണം യൂസ് ചെയ്യാൻ? ഐ ഗോ ടു സ്കൂൾ ഓൺ ഫുട്ട്. ഓൺ ഫുട്ട്. ആൻഡ് ദിസ് ഈസ് അവർ ലാസ്റ്റ് സെന്റൻസ്. He agreed with my demands. He agreed with my demands. അവൻ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ഡിമാൻഡ്സ് സമ്മതിച്ചു, അംഗീകരിച്ചു, സമ്മതിച്ചു. അതിനെ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? He agreed to my demands എന്നാണ്. With my demands അല്ല, he agreed to my demands. Hope this session is useful to you. Let me be back with some more exam points of view. Thank you.